ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദളപതി വിജയന്റെ ജനനായകൻ എന്ന സിനിമയുടെ റിലീസിംഗും വീണ്ടും അവതാളത്തിലായിരിക്കുകയാണ്. ഇന്ന് ചെന്നൈ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കേസ് പരിഗണിച്ച് സെൻസർ ബോർഡിന്റെ വാദങ്ങൾ മുഖവിലേക്ക് എടുത്തുകൊണ്ട് നിലവിലെ സിംഗിൾ ബെഞ്ച് വിധി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ പുതിയ സെൻസറിംഗ് ഉൾപ്പെടെ നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് സെൻസർ ബോർഡിന് വീണ്ടും സിംഗിൾ ബെഞ്ചിന് മുന്നിൽ പുതിയ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും കേസ് കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ വന്നിരിക്കുകയാണ്. എന്തായാലും കേസ് നാളെ റിലീസിംഗ് നീളെ എന്ന രീതിയിലാണ് ജനനായകന്റെ പോക്ക്. ജനനായകന്റെ റിലീസിംഗ് മാറ്റിവെച്ചതോടെ പൊങ്കൽ റിലീസായി ജനുവരി 14 തിയേറ്ററിലെത്തിയ കാർത്തിയുടെ വാ വാത്തിയാർ എന്ന സിനിമയുടെ OTT റിലീസിംഗ് ചിത്രം തിയേറ്ററിലെത്തി 2 ആഴ്ച പിന്നിടുമ്പോൾ തന്നെ പൂർത്തിയാക്കുകയാണ്. ഇന്ന് അർദ്ധരാത്രി 12 മണിയോടെ ആമസോൺ പ്രൈം വഴി വാ വാത്തിയാർ എന്ന സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും എന്ന അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. നടൻ കുമാരസ്വാമി തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ കൃതി ഷെട്ടി, രാജ്കിരൺ, സത്യരാജ്, ആനന്ദ് രാജ്, ശില്പ മഞ്ജുനാഥ് എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ബോക്സ് ഓഫീസിൽ വമ്പൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. ഏകദേശം 13 കോടി രൂപ മാത്രമാണ് വേൾഡ് വൈഡ് കളക്ഷനായി ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വിവിധ മലയാള സിനിമകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് വന്നാൽ അദ്വൈത നായർ സംവിധാനം ചെയ്ത് ജനുവരി 22 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ചത്താപ്പച്ച എന്ന സിനിമ ഇന്നലെ തിങ്കളാഴ്ച 5 ദിവസം പിന്നിട്ട് 6ാം ദിവസമായ ചൊവ്വാഴ്ചയിലേക്കാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 5 ദിവസം കൊണ്ട് കേരളത്തിൽ 12 കോടി 68 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 3 കോടി 92 ലക്ഷം രൂപയുമാണ്. സിനിമ 5 ദിവസങ്ങളിൽ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 29 കോടി 13 ലക്ഷം രൂപയുമാണ്. ഇത് സംബന്ധമായ ഒഫീഷ്യൽ പോസ്റ്റർ ഇന്ന് പുറത്തു വന്നിട്ടുമുണ്ട്. അതേസമയം 6ാം ദിവസമായ ചൊവ്വാഴ്ച പൊതുവെ എല്ലാ സിനിമകളുടെയും കളക്ഷൻ കുറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചത്താപ്പച്ചയ്ക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കുന്നത് 90 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 13 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ 6 ദിവസത്തെ കേരള കളക്ഷൻ എത്തി നൽകുന്നത്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 31 കോടി റേഞ്ചിലുമാണ്. നിവിൻ പോളി നായകനെ അരുൺ വർമ്മ സംവിധാനം ചെയ്ത് ജനുവരി 23 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ ബേബി ഗേൾ എന്ന സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 57 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടിയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇനി 5ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ ഈ സിനിമ 30 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 3 കോടി 30 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് ഏകദേശം 6 കോടി റേഞ്ചിലുമാണ്. ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത നിവിൻ പോളിയുടെ സർവമായ എന്ന സിനിമ ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 34,25,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യം 33 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 77 കോടി 20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 34ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി പ്രതീക്ഷിക്കുന്നത് 20 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 77 കോടി 40 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ 34 ദിവസത്തെ കേരള കളക്ഷൻ. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 148 കോടി റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ജനുവരി 21 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോർഡർ 2 എന്ന സിനിമ 4ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 13,50,000 രൂപ കളക്ട് ചെയ്തിരുന്നു. 4 ദിവസം കൊണ്ട് അങ്ങനെ കേരളത്തിൽ 60 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. 4 ദിവസം കൊണ്ട് ഇന്ത്യൻ നെറ്റ് കളക്ഷനായി 180 കോടി സ്വന്തമാക്കിയ ഈ സിനിമ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തത് 204 കോടി 40 ലക്ഷം രൂപയാണ്. വിദേശത്ത് നിന്ന് 35 കോടി ഉൾപ്പെടെ 239 കോടി 40 ലക്ഷം രൂപയാണ് വേൾഡ് വൈഡ് കളക്ഷനായി ബോർഡർ 2 4 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. അതേസമയം 2025 ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദുരന്തർ എന്ന സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായി 193 കോടി രൂപ മാത്രമായിരുന്നു നേടിയെടുത്തിരുന്നത്. അതായത് ദുരന്തറിനെ മറികടന്നുള്ള കളക്ഷൻ റെക്കോർഡാണ് ബോർഡർ 2 ഇപ്പോൾ 4 ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത്. ദുരന്തർ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 53 ദിവസം കൊണ്ട് കേരളത്തിൽ 8 കോടി 56 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ 53 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി മാത്രം 1001 കോടി 30 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വിദേശത്ത് നിന്ന് 53 ദിവസം കൊണ്ട് 295 കോടി രൂപയും നേടിയെടുത്തിട്ടുണ്ട്. നിലവിൽ 1296 കോടി 30 ലക്ഷം രൂപയാണ് പ്രമുഖ ഇന്ത്യൻ ട്രാക്കറായ സാഗനിക്കിന്റെ കളക്ഷൻ ഡാറ്റ പ്രകാരം ഈ സിനിമ ലോകമെമ്പാടുമായി സ്വന്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഒഫീഷ്യൽ റിപ്പോർട്ടിൽ ഈ സിനിമ 1350 കോടിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തല അജിത്ത് നായകനായി വെങ്കട്ടപ്രഭു തിരക്കഥ സംവിധാനം ചെയ്ത് 2011 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത തമിഴ് സിനിമയാണ് മങ്കാത്ത. ജനുവരി 23 വെള്ളിയാഴ്ച 4K റീമാസ്റ്റർ പതിപ്പായി വീണ്ടും തിയേറ്ററിലെത്തിയ ഈ സിനിമയ്ക്ക് വളരെ മികച്ച കളക്ഷനാണ് തമിഴ്നാട്ടിലും ആഗോളതലത്തിലും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തമിഴ്നാട്ടിൽ 4 ദിവസം കൊണ്ട് ഈ സിനിമ 11 കോടി 52 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ 73 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ കേരളം ഉൾപ്പെടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 20 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 4 ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് 12 കോടി 44 ലക്ഷം രൂപയാണ് ഈ സിനിമ നേടിയെടുത്തിട്ടുള്ളത്. വിദേശത്ത് നിന്ന് 1 കോടി 37 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 13 കോടി 81 ലക്ഷം രൂപയാണ് 4 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. പൊങ്കൽ റിലീസായി ജനുവരി 15 തിയേറ്ററിലെത്തി നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമാക്കിയിരിക്കുന്ന തമിഴ് സിനിമയാണ് തലൈവർ തമ്പി തലൈമയിൽ അഥവാ TTT. ഈ സിനിമയുടെ 12 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് 29 കോടി 16 ലക്ഷം രൂപയും കർണാടകയിൽ നിന്ന് 1 കോടി 87 ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത്. കേരളത്തിൽ 1 കോടി 12 ലക്ഷം രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 42 ലക്ഷം ഉൾപ്പെടെ 32 കോടി 57 ലക്ഷം രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 3 കോടി 12 ലക്ഷം രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ 35 കോടി 69 ലക്ഷം രൂപയാണ് ലോകമെമ്പാടുമായി നേടിയെടുത്തിരിക്കുന്നത്.
10 കോടി മാത്രം ബഡ്ജറ്റുള്ള ഈ സിനിമ 16 കോടി 50 ലക്ഷം രൂപ വേൾഡ് വൈഡ് ഷെയറായി നേടിയെടുത്തിട്ടുണ്ട്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.